അല്ലാഹുവിന്റെ റസൂലും കലീമുള്ളയുമായ മൂസാ നബി അലൈഹിസ്സലാം ഈ വാദിൽ അസ്റഖിന്റെ താഴ്വരയിലൂടെ വഹുവ യുലബ്ബി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. തൽബിയത്ത് ചൊല്ലി അങ്ങകലെ ആഫ്രിക്കയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം യഹുജ്ജൽ ബൈത്തുൽ അതീഖ് കഅബാലയത്തെ ലക്ഷ്യമാക്കി വാദിൽ അസ്റഖിലൂടെ ഒരു ഒട്ടകപ്പുറത്ത് വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു. സ്വഹാബികളെ, ഹബീബിന്റെ നരേറ്റീവ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്, മൂസാ നബിയെ ഞാനിതാ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. BC 3000 കഴിഞ്ഞുപോയ നബിയാണ് നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ഞാനിതാ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ വാദിൽ അസ്റഖിൽ ഒരു ഒട്ടകപ്പുറത്ത് പരുത്തിയുടെ 2 പുതപ്പ്, ഒരു പുതപ്പ് തോളിലും ഒരു പുതപ്പ് അരമുണ്ടായും ഉടുത്തുകൊണ്ട് ഒരു ഒട്ടകത്തിന്റെ, മഹാന്റെ ഒട്ടകത്തിനൊരു മൂക്ക് കയറുണ്ട്. ഖിതാമുഹാ ലീഫുൻ, ഈത്തപ്പനയുടെ നാരുകൊണ്ടുണ്ടാക്കിയ കയറ്, മൂക്ക് കയറുള്ള ഒരു ഒട്ടകപ്പുറത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി ഈ വഴിയിലൂടെ കടന്നു വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചുകൂടെ നടന്ന് ഒരു ദൂരമെത്തിയപ്പോൾ തങ്ങൾ ചോദിച്ചു, സ്വഹാബികളെ ഇതെവിടെയാണ്? അയ്യു സനിയത്തിൻ ഹാദിഹി, ഈ മലയുടെ പേരെന്താണ്? സനിയത്തു ഹർഷ, ഇത് ഹർഷ എന്ന് പറയുന്ന കുന്നാണല്ലോ നബിയെ. ജുഹ്ഫ എന്ന മീഖാത്തിന്റെ അടുത്തുള്ള കുന്നാണ് ഹർഷ എന്ന് പറയുന്ന കുന്ന്. ആ കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കടല് കാണാൻ പറ്റും. ഉണ്ണി നബി പറഞ്ഞു, ഈ ഹർഷ കുന്നിനെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ. ഈ കുന്നിന്റെ താഴ്വരയിലൂടെയാണ് മഹാനായ പ്രവാചകൻ മത്സ്യത്തിന്റെ വയറ്റിൽ 40 ദിവസം കടന്ന യൂനുസ് ഇബ്നു മത്താ അലൈഹിസ്സലാം, നീനവക്കാരനായ യൂനുസ് നബി ഹർഷ കുന്നിന്റെ മുകളിലൂടെ വലഹു ജുആറുൻ ബിത്തൽബിയ ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി ഖണ്ഡമിടറി, തൊണ്ടയിടറിക്കൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ലബ്ബൈക ചൊല്ലി വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന. സ്വഹാബികളെ, അമ്പിയാക്കന്മാര് വരികയാണ് ശുദ്ധമായ മക്കയിലേക്ക്. വാദി അസ്ഫാനിൽ എത്തിയപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, യാ അബൂബക്കർ അയ്യു വാദിൻ ഹാദാ, ഇത് ഏത് താഴ്വരയാണ് സിദ്ദീഖേ റളിയല്ലാഹു അൻഹു? മഹാൻ പറഞ്ഞു, നബിയെ വാദി അസ്ഫാൻ, ഇത് വാദി അസ്ഫാൻ ആണല്ലോ നബിയെ. കഅന്നി ബിനബിയില്ലാഹി സ്വാലിഹ് അലൈഹിസ്സലാം വനബിയില്ലാഹി ഹൂദ് അലൈഹിസ്സലാം. ആദ് സമൂദ് ഗോത്രങ്ങളിലേക്ക് വന്ന, സമൂദ് ഗോത്രത്തിലേക്ക് വന്ന സ്വാലിഹ് നബിയും ആദ് സമൂഹങ്ങളിലേക്ക് വന്ന ഹൂദ് നബിയും വാദി അസ്ഫാനിലൂടെ ലബ്ബൈക അല്ലാഹുമ്മ ചൊല്ലി കരഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്ന് ലോകത്തിന്റെ ഗുരു വഹയിന്റെ വെളിച്ചത്തിൽ ഈ ഉമ്മത്തിന് പറഞ്ഞു തരികയാണ്. അമ്പിയാക്കന്മാർ ഒഴുകുകയാണ്. ആ താഴ്വരയെ കാണിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഇതാ ഈ താഴ്വരയിലൂടെ 70 നബിയ, 70ഓളം നബിമാർ തൽബിയത്ത് ചൊല്ലി അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക്, കഅബാലയത്തിലേക്ക് വന്നിട്ടുണ്ട്. കഅബയെ പ്രദക്ഷിണം ചെയ്യാൻ, തവാഫ് ചെയ്യാൻ, അല്ലാഹു ഇബാദത്ത് ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ. ഹജ്ജ ആദമു അലൈഹിസ്സലാം 70 ഹജ്ജത്തൻ റാജിലൻ എന്ന ഹദീസിലുണ്ട്. ചില റിവായത്തിൽ 40 അല്ല 70 തവണ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നാണ് ചരിത്രം. 70 തവണ. താരീഖ് മക്കയിൽ അതിൽ സംബന്ധമായ റിവായത്തുകൾ കാണാൻ കഴിയും. 70 തവണ റാജിലൻ, അതും നടന്നുകൊണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം 1000 വർഷം ജീവിച്ച നബിയാണ് നമ്മുടെ വല്ലിപ്പ ആദം അലൈഹിസ്സലാം. 1000 വർഷത്തെ ആയുസ്സുണ്ട്.
ഇബ്രാഹിം അലൈഹിസ്സലാം 200 കൊല്ലം ജീവിച്ചിട്ടുണ്ട്, ചരിത്രം അതാണ്. നൂഹ് നബി അലൈഹിസ്സലാം 1000-ലേറെ കൊല്ലം ജീവിച്ചിട്ടുണ്ട്. 950 കൊല്ലം ദഅവത്ത് തന്നെ. നുബുവത്ത് കിട്ടുന്നത് 300-ാം കൊല്ലം. കപ്പലൊക്കെ നങ്കൂരമിട്ടതിന് ശേഷവും ഏകദേശം 400 കൊല്ലം ജീവിച്ച് മരണപ്പെട്ട നബിയാണ് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം. അമ്പിയാക്കന്മാർ കടന്നുപോയ മണ്ണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വല്ലിപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മിച്ചത്. അതുണ്ടാക്കിയത് ആരെന്നറിയുമോ? മലായികത്തുകൾ. ആദ്യത്തെ കെട്ടിടം പണിതത് ആരെന്നറിയുമോ? ആദം നബി അലൈഹിസ്സലാം മലക്കുകളുടെ സഹായത്തോടുകൂടെ. ആദം നബി ഹജ്ജ് കഴിഞ്ഞപ്പോ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹുവിന്റെ മലക്കുകൾ റുക്നുൽ യമാനിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു, ആദം, ആദം നബിയെ അള്ളാഹു നിങ്ങളുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ. ലഖദ് ഹജ്ജനാ ഖബ്ലക ബിഅൽഫൈ ആം. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ ഹജ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആദം നബിയെ എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ ആദം നബിയോട് പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കഅബാലയം ഒരു ചെറിയ സംഭവമല്ലെന്ന് മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ഫീഹി ആയാതും ബയ്യിനാത്ത്, ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. പ്രപഞ്ചം പടച്ചത് തന്നെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനത്രേ. കുന്തു കൻസൻ മഖ്ഫിയ ഫഅഹ്ബബ്തു അൻ ഉഅറഫ്. ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുകയാണ്, ഞാൻ ആരാരും അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു. ഞാൻ അറിയപ്പെടണമെന്ന് കൊതിച്ചപ്പോഴാണ് ഫഖലഖ്തുൽ ഖലായിഖ്, എല്ലാ സൃഷ്ടികളെയും ഞാൻ സൃഷ്ടിച്ചത്. അല്ലാഹുവിനെ പറ്റി ചിന്തിക്കുന്നത് പോലും ബിവൽജറിങ്, നമ്മൾ അന്തം വിട്ടുപോകും. അതുകൊണ്ടാണ് ഇലാഹ് അലിഹയ ഇലഹു എന്ന് പറഞ്ഞാൽ തന്നെ അന്തം വിട്ടുപോകുന്ന അല്ലാഹുവിന് അൽ ഇലാഹാണ് അല്ലാഹു. റബ്ബിനെ കുറിച്ച് പറയുന്നതും ചിന്തിക്കുന്നതും മനുഷ്യബുദ്ധിയെ തന്നെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. ഇന്ന അവ്വല ബൈതിൻ മുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. ലോകത്തേക്ക് മുഴുവൻ പോസിറ്റീവ് എനർജി പ്രസരണം ചെയ്യുന്ന പ്രഭവ കേന്ദ്രമാണ് മക്ക, അല്ലെങ്കിൽ വിശുദ്ധമായ കഅബാലയം. ഇന്ന അവ്വല ബൈതിൻ, ആദ്യത്തെ ഭവനം അവിടെയാണ്. ഏത് ഭവനം? ബുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. ബറക്കത്തുള്ള മക്കയിലെ ബറക്കത്തുള്ള അല്ലാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി ആദ്യം സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് കഅബ. ആ കഅബയാണ് ബാക്കി എല്ലാ ആരാധനകളുടെയും ഖിബില. ആദം നബിയെ പടച്ചപ്പോ അല്ലാഹു മലക്കുകളോട് പറഞ്ഞു, ഉസ്ജുദൂ ലി ആദം, ആദം നബിക്ക് നിങ്ങൾ സുജൂദ് ചെയ്യണമേ. മലക്കുകളുടെ സുജൂദിന്റെ ഖിബിലയായിരുന്നു അപ്പോ ആദം നബി അലൈഹിസ്സലാം. മലക്കുകളുടെ സുജൂദിന്റെ ഖിബിലയായിരുന്നു ആദം നബി. സുജൂദ് ആർക്കാണ്? അല്ലാഹുവിനാണ്. അല്ലാഹു ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് എന്തേ? ആദം നബി മലക്കുകളുടെ സുജൂദിന്റെ ഖിബിലയാണ്. എന്നാൽ ആദം അലൈഹിസ്സലാമിന്റെ സുജൂദിന്റെ ഖിബില അത് കഅബയാണ്.
എത്രയാണ് കഅബയുടെ മഹത്വം! ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ല, ഒരുപാട് തവണ കഅബാലയം കാണാൻ, അഷ്റഫുൽ ഖൽഖിനെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആരൊക്കെയാണോ ഈ വർഷം ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാഹുവേ അവരുടെയൊക്കെ ഹജ്ജുകൾ നീ സ്വീകരിക്കണേ റബ്ബേ, ഖബൂലാക്കണേ റബ്ബേ. ഞങ്ങൾക്കും അവിടങ്ങളിലെത്താൻ നീ ഒരുപാട് തവണ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജനങ്ങൾക്ക് വേണ്ടി ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനമാണത്. ലല്ലദീ ബിബക്കത മുബാറക വഹുദൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും പോസിറ്റീവ് എനർജി, ലോകത്തിന് മുഴുവനും ഗൈഡൻസ്, ലോകത്തിന് മുഴുവനും പയനിയർ, വഴികാട്ടിയായി വഴികാണിച്ചു കൊടുക്കുന്ന, ലോകത്തിന് മുഴുവനും മാർഗദർശനം നൽകുന്ന അല്ലാഹുവിന്റെ ഭവനമാണ് കഅബാലയം. കഅബാലയം ചുമരുകളും കഅബാലയത്തിന്റെ പരിശുദ്ധമായ കവാടവും കഅബാലയത്തിന്റെ മൂലയിലുള്ള ബാബുൽ കഅബയുടെ തൊട്ടരികത്തുള്ള ഹജറുൽ അസ്വദ്, അതിന് മുമ്പിൽ കിടക്കുന്ന മഖാം ഇബ്രാഹിം, തൊട്ടിപ്പുറത്ത് കിടക്കുന്ന സംസം കിണർ, ഹസീം എന്ന് പറയുന്ന ഹിജ്ർ ഇസ്മായിൽ, തൊട്ടരികത്തുള്ള 2 ചെറിയ കുന്നുകൾ സഫയും മറുവയും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണത്രേ. മക്കയെ പറ്റി പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു, ഫീഹി ആയാതും ബയ്യിനാത്ത്, ഇവിടെ വ്യക്തമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ദൃഷ്ടാന്തം അല്ലാഹു എടുത്തു പറഞ്ഞു. അതേതാണെന്നറിയോ? മഖാമു ഇബ്രാഹിം. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന ഒരു കല്ലാണ്. മഖാമു ഇബ്രാഹിം. കഅബാലയം പടുത്തുയർത്താൻ നമ്മളൊരു കല്ലിന്റെ പുറത്ത് നിന്നാ നമ്മുടെ നമ്മുടെ ഫുട് പ്രിന്റ് ഒന്നും ആ കല്ലിൽ പതിയോ? നമ്മുടെ കാലങ്ങ് പതിയുന്നുണ്ടോ കല്ലിൽ? ഇല്ലല്ലോ. അല്ല, ചെളിയിലും ചവിട്ടിയാ പതിഞ്ഞേക്കാം അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല്, അതിന്റെ അടയാളം അല്ലാഹു പിടിച്ചു വെച്ചു. എന്തിനെന്നറിയോ? ഫീഹി ആയാതും ബയ്യിനാത്ത്. ഏതൊരു മനുഷ്യനും ഇസ്ലാം സത്യമാണെന്നും അത് യാഥാർത്ഥ്യമാണെന്നും അല്ലാഹു എന്നത് സർവേശ്വരനായ റബ്ബ് അല്ലാഹു ഹഖ്ഖുൻ വന്നബിയ്യൂന ഹഖ്ഖുൻ വസ്സിറാത്തു ഹഖ്ഖുൻ വൽമീസാനു ഹഖ്ഖുൻ വൽജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, ഇതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ അല്ലാഹു മക്കയിൽ വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്.